വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. 400 ഗ്രാം സ്വർണം ഈ കർണാടകത്തിലെ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു. അതുപോലെ വലിയ തെളിവായി ഈ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ വലിയൊരു നീക്കമാണിപ്പോൾ നമ്മുടെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത്. കൂടുതൽ പേരിലേക്ക് ചോദ്യങ്ങളുടെ കുന്തമുന നീണ്ടു ചെല്ലാനും ഈ 400 ഗ്രാം കണ്ടെടുത്തതോടെ വഴിപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. SITയുടെ പുതിയ നീക്കത്തെക്കുറിച്ച് പറയാൻ മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതുപോലെ ബംഗളൂരിൽ അരുൺ പോപ്പറമ്പ ഉണ്ട്. അരുൺ പോപ്പറമ്പ അവരുടെ അന്വേഷണം അവിടേക്ക് വ്യാപിപ്പിച്ചപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും കൂടി നമുക്കിപ്പം നൽകാൻ കഴിയും. ആദ്യം മനീഷിലേക്ക്. മനീഷ്, കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ് ഈ വാർത്തയിൽ? SKN ഈ ഒക്ടോബർ 30 വരെയാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത്. ആ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി, അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയവർ ആരൊക്കെയാണെന്നതിലുപരി ഈ നഷ്ടപ്പെട്ട സ്വർണം, ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിൽ ബംഗളൂരും ഹൈദരാബാദും ചെന്നൈയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. നിലവിൽ ബംഗളൂരിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തുന്നുണ്ടെങ്കിലും ഹൈദരാബാദ് വെച്ച് കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം SITയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ നാഗേഷ് കൽപേഷ അടക്കമുള്ള ആളുകളിലേക്ക് കൂടി ഈ അന്വേഷണ സംഘം എത്തും. നിലവിൽ പുളിമാത്തിലെ വീട്ടിൽ കൂടി പരിശോധന നടത്തിയിൽ നിന്നും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒപ്പം തന്നെ 2 ലക്ഷം രൂപയും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസിലെ 2ാം പ്രതി മുരാരി ബാബു നേരത്തെ നടത്തിയിട്ടുള്ള ചില ഇടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകൾ കൂടി ഇതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനായി 2 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരും മുമ്പേ തന്നെ മുരാരി ബാബുവിൻ്റെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം മുരാരി ബാബുവുമായിട്ട് കൂടി കേരളത്തിൽ, അതായത് സംസ്ഥാനത്തിനകത്ത് പലയിടങ്ങളിലും തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തെളിവെടുപ്പുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സംഘം ബംഗളൂരുവിൽ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് കേരളത്തിലുള്ള ഇത്തരം കാര്യങ്ങളിലെ ഡിജിറ്റൽ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രധാനമായും 2005 ശേഷം ശബരിമല സന്നിധാനത്തുള്ള എല്ലാ ഡിജിറ്റൽ ഫയലുകളും പരിശോധിക്കപ്പെടുകയാണ്. ആ സമയത്ത് നടന്നിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ച് മുരാരി ബാബു ഇത് മഹർസർ ചെമ്പെന്ന് മാറ്റി എഴുതി കൊടുത്തതിന് മുൻപോ പിൻപോ ഇത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ SIT അന്വേഷണം നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘത്തിലുള്ളത്, അന്വേഷണ സംഘത്തിലുള്ളത് സാങ്കേതികമായും സൈബർ വിദഗ്ധരായിട്ടുള്ള ആളുകൾ കൂടി സംഘത്തിലുള്ളത് കൊണ്ടുവരും അത്തരം കാര്യങ്ങൾ കൂടി വിവരം തേടുന്നുണ്ട്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബംഗളൂരുവിലെത്തി തെളിവെടുപ്പ് നടക്കുന്നു. ഇന്നലെ ഗോവർദ്ധൻ എന്ന ആളുടെ കടയിൽ നിന്നും, സ്വർണ്ണക്കടയിൽ നിന്നും 400 ഗ്രാം സ്വർണം വീണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം സ്വർണ്ണമല്ല നഷ്ടപ്പെട്ടിട്ടുള്ളത്. നഷ്ടപ്പെട്ട സ്വർണം ഇനിയുമുണ്ട്. ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഈ സ്വർണം വേർപെടുത്തി അത് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൈദരാബാദിലെ ഈ മന്ത്ര എന്ന സ്ഥാപനവുമായി എന്താണ് ബന്ധം, മന്ത്രയിൽ എത്തിച്ചുകൊണ്ട് സ്വർണത്തിലെ എന്തൊക്കെ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി എന്ന അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ സംഘം ഈ മുരാരി ബാബുവിൻ്റെ 2019 ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഒരു വീട് നിർമ്മിച്ചത് സംബന്ധിച്ചും വലിയ രീതിയിലുള്ള പരാതികൾ, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം ഇപ്പോൾ വിപുലമായ അന്വേഷണം നടത്തുകയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ശബരിമല കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധിക്ക് മുൻപേ തന്നെ പരമാവധി തെളിവുകളും പരമാവധി സ്വർണം വീണ്ടെടുക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.